ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായി ഞങ്ങളെ സമീപിക്കുന്ന ഒട്ടുമിക്ക സാലറിഡ് എംപ്ലോയീസിൻ്റെയും ഒരു എക്സ്പെക്റ്റേഷൻ TDS ആയി കട്ട് ചെയ്യപ്പെട്ട മുഴുവൻ എമൗണ്ടും റീഫണ്ടായി ലഭിക്കുമെന്നതാണ്. അത് ശരിക്കും TDS എങ്ങനെയാണ് കട്ട് ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള പ്രോപ്പറായ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്തരമൊരു പ്രതീക്ഷ. മറ്റ് ഇൻകങ്ങൾക്കെല്ലാം ഇൻകത്തിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് TDS ആയി കട്ട് ചെയ്യപ്പെടുമ്പോൾ സെക്ഷൻ 192 അനുസരിച്ച് സാലറിയുടെ TDS കട്ട് ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് എംപ്ലോയി അവരുടെ ഇൻകങ്ങളും ഡിഡക്ഷൻസും എല്ലാം പ്രോപ്പറായി എംപ്ലോയറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എംപ്ലോയർ കൃത്യമായും അടുത്ത വർഷം അടയ്ക്കേണ്ട ടാക്സ് എത്രയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതാണ് TDS ആയി നിങ്ങളിൽ നിന്ന് പലപ്പോഴായി കട്ട് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് പ്രോപ്പറായി എംപ്ലോയറും എംപ്ലോയിയും ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് റീഫണ്ടും ലഭിക്കില്ല, അങ്ങോട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരികയുമില്ല. ഇത് തെറ്റാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, റീഫണ്ടായി ലഭിക്കുന്നത്. എല്ലാം നിങ്ങൾ പ്രോപ്പറായി ചെയ്ത ശേഷം ഇൻകങ്ങൾ കുറച്ച് കാണിച്ചും നിങ്ങൾക്ക് എലിജിബിൾ അല്ലാത്ത ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തും ഒക്കെ റീഫണ്ടിന് ശ്രമിച്ചാൽ ഈവൻ ഇഫ് റീഫണ്ട് കിട്ടിയാൽ പോലും പിന്നീട് അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ടി വരുന്ന പെനൽറ്റികൾ എന്താണെന്നും ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.